ഇപ്പോൾ മെനഞ്ഞാന്ന് കണ്ണൂരിൽ നിന്നൊരു ഷട്ടിൽ ട്രെയിൻ ഷൊർണൂരേക്ക് പോയി അത് മടങ്ങി കണ്ണൂരേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് ഷട്ടിൽ ട്രെയിൻ ആരംഭിച്ചൊരു പാസഞ്ചർ ട്രെയിൻ തിരിച്ച് ഷൊർണൂരേക്ക് പോകുന്നുണ്ട്. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അശ്വിനി വൈഷ്ണവിനെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം ആ തീവണ്ടി ആദ്യം കാസർഗോഡ് വരെ നീട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നീടത് പരിശോധനയ്ക്ക് ശേഷം മംഗലാപുരത്തേക്ക് നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഇപ്പോൾ രാത്രി ഒരു ട്രെയിൻ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനമുണ്ട്. കാര്യം നമ്മൾ ഫ്യുവലിങ്ങും അതുപോലെ തന്നെ വാട്ടറിങ്ങിനും എല്ലാം സംവിധാനം വന്ദേ ഭാരതിന് ഒരുക്കിയതാണ്. അപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരു ട്രെയിന് രാത്രി ഇവിടെ കിടക്കാം. അതിൻ്റെ വാട്ടറിങ്ങും അതുപോലെ തന്നെ ഫ്യുവലിങ്ങും എല്ലാം ഇവിടെ നടത്താം. അപ്പോൾ ആ ട്രെയിൻ ഷട്ടിൽ ട്രെയിൻ കാസർഗോട്ടെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ആ ട്രെയിൻ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നീലേശ്വരത്ത്, കിനാലൂർ, കരിന്തളത്ത് ആയുഷിന് 90 കോടി രൂപ അനുവദിച്ചടക്കം നിരവധി കാര്യങ്ങൾ 5 വർഷക്കാലമായി കത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MP-യുടെ സാന്നിധ്യം എന്താണെന്ന് കാസർഗോട്ടെ ജനങ്ങൾ ജീവിതത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞു. 35 വർഷം അവർ ജനങ്ങൾ ജയിപ്പിച്ച MP-മാരെ കാണണമെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി കത്ത് വേണം, ലോക്കൽ കമ്മിറ്റി കത്ത് വേണം, ഏരിയ കമ്മിറ്റി കത്ത് വേണം, ജില്ലാ കമ്മിറ്റി കത്ത് വേണം. ഈ കത്തുമായി പോയാൽ പോലും പാർട്ടി ഓഫീസിൽ പോയല്ലാതെ MP-മാരെ കാണാനാവില്ല. MP-യും ജനങ്ങളും തമ്മിലുള്ള അകലമില്ലാതാക്കിയത് ഞാനാണ്. കാസർഗോഡിൻ്റെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരു മിസ്ഡ് കാൾ അടിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. ആർക്കും എന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം. യാതൊരു തടസ്സവുമില്ല, ഒരു കത്തും ഒരു ശുപാർശയും വേണ്ട. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളുമായി എനിക്കുണ്ടായ ബന്ധം മനസ്സിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. ജനങ്ങളും അവരുമായിട്ടുള്ള അകൽച്ച മനസ്സിലാക്കാനും അവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അവർ ജയിക്കുമെന്ന് വീമ്പിളക്കിയത്. ഞാൻ നിങ്ങളോടൊക്കെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിയുന്നതിന് എത്രയോ മുമ്പ് പറഞ്ഞു ഞാൻ ഇത്തവണ 1 ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കും എന്ന്. എനിക്ക് കണക്കൂട്ടലുണ്ട്, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എനിക്കുണ്ട്. ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ ഞാൻ 1 ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കുമെന്ന്. 1,649 വോട്ട് കിട്ടി. 1 ലക്ഷത്തിൽ ഒരു വോട്ട് കുറഞ്ഞിട്ടില്ല. കാരണം കാസർഗോട്ടെ ജനങ്ങളിൽ എനിക്കുള്ള വിശ്വാസമാണ് ഞാൻ 1 ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം പ്രസ്താവനകളാണ് അവർ ഇറക്കിയത്. അബദ്ധജടിതമായ പ്രസ്താവനകൾ കൊണ്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തി എന്നെ പരാജയപ്പെടുത്താൻ ആവനാഴിയിലെ അവസാനത്തെ ആയുധവും മാർക്സിസ്റ്റ് പാർട്ടി പ്രയോഗിച്ചു. എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ BJP പോകുന്നല്ലേ പ്രചരിപ്പിച്ചത് എല്ലാ സ്ഥലത്തും ചെന്ന്. അപ്പോൾ ഞാനൊക്കെ എത്രയോ ആവശ്യം പറഞ്ഞു. മരിക്കുന്നത് വരെ ഒരു MP ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി മരിക്കണം, ഒരു ത്രിവർണ്ണ പതാക ശരീരത്തിൽ വീഴണം. അതിനപ്പുറം ഒരാഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും BJPയിൽ പോകുമെന്ന് പരസ്യമായി വീടാന്തരം കയറി അവർ പ്രചരണം നടത്തി. മാത്രമല്ല അവർ ഒരുപാട് വീഡിയോ കാസറ്റുകൾ ഇറക്കി. എന്നെ വേദനിപ്പിച്ചൊരു കാസറ്റ്. ഇപ്പോൾ വടകരയിൽ കാഫർ എന്ന പ്രയോഗത്തിലൂടെ അവിടുത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ഒരു മുൻ MLA നടത്തിയ ഹീനമായ പ്രചരണം പോലെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നടത്തിയ ഒരു ഹീനമായ പ്രചരണം. നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരാളെ അണിയിച്ചൊരുക്കി കുറിയിട്ട് കയ്യിൽ മുഴുവൻ ചരട് കെട്ടിച്ച് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന ദിവസം ഒരു കാസറ്റ് ഇറക്കിയതാണ്. എന്താണ് കാസറ്റിൻ്റെ ആധാരം? രാജ്മോഹൻ ഉണ്ണിത്തായ സ്ഥാനാർത്ഥിയോട് എൻ്റെ ഒരു അനുചരൻ ചോദിക്കുന്നു, ഇന്ന് എങ്ങോട്ടാണ് പ്രചരണം? അപ്പം ഞാൻ പറയുന്നു തളങ്കരയിലേക്കാണ്. ഉടൻ തന്നെ ഒരുത്തൻ വന്ന് കുറി മായിക്കുന്നു, ഒരുത്തൻ കയ്യിൽ ചരട് കെട്ട് കുട്ടി അറുത്ത് കളയുന്നു, ഒരുത്തൻ നിന്ന നിപ്പിൽ എൻ്റെ മുണ്ട് വലത്തുവശം അഴിച്ച് ഇടത്തുവശം ഉടുപ്പിക്കുന്നു. കത്രിക ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാനിയിലെ പണിയും കൂടെ എന്നോട് ചെയ്തേനെ. എന്തായാലും ദൈവം സഹായിച്ച് അത് മാത്രം നടന്നില്ല. അപ്പോൾ തളങ്കര എന്ന് പറഞ്ഞാൽ മാലിക് ദിനാറിൻ്റെ നാടാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരവും വിവേകവും ഇല്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്തൊരു അപമാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ പോലും ഇത്ര നിന്ദ്യമായ നീചമായ പ്രചരണം നടത്തിയിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ BJP പോകും, ഞാൻ മുസ്ലിമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഞാൻ മുസ്ലിങ്ങളുടെ പരിപാടി പോകുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചാണ് പ്രസംഗിക്കാറുള്ളത്, ഖുർആനെ കുറിച്ചാണ്.
ഹിന്ദുക്കളുടെ പരിപാടി പോകുമ്പോൾ രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, അതുപോലെ ഉപനിഷത്തുകളെക്കുറിച്ച് ഞാൻ പറയും. ക്രിസ്ത്യാനികളെ കുറിച്ച് പോകുമ്പോൾ ബൈബിളിനെ കുറിച്ച് പറയും. അത് കട്ട് ചെയ്ത് വർഗീയ പ്രചരണം നടത്തി പോലും എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് 1,649,000 വോട്ടിന് എന്നെ ജയിപ്പിച്ച കാസർഗോട്ടെ ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാസർഗോട്ടെ ജനങ്ങളും ഞാനുമായി ഒരു ആത്മീയ ബന്ധമുണ്ട്, ഒരു വൈകാരിക ബന്ധമുണ്ട്, ഒരു ഹൃദയബന്ധമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു ജന്മം തപസ്സിരുന്നാലും ആ ബന്ധം അറുത്തു മുറിച്ച് മാറ്റാൻ അവരെ കൊണ്ടാവില്ല. അത്ര രൂഢമൂലമാണ് ആ ബന്ധം. ആ ബന്ധം തകർക്കാനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചത്. അമ്പേ അവർ ആ രംഗത്ത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാസർഗോട്ടെ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന ഫലമാണ് വന്നിരിക്കുന്നത്.